ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഐഷു ഉണ്ട്. അപ്പം ഞാൻ വന്നിട്ട് പണ്ട് +2 പഠിക്കുമ്പോഴൊക്കെ വന്നതാണ് കേട്ടോ പറശ്ശിനിയിൽ. അത് ഒരു വട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഈ കുപ്പിവളകൾ ഇങ്ങനെ റാക്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കണ്ടപ്പോൾ എൻ്റെ കണ്ണങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ കുറേ കുപ്പിവള വാങ്ങുകയും ചെയ്തു. പിന്നെ നമ്മളങ്ങനെ കുറേ ദൂരം നടന്ന് നമ്മൾ ക്ഷേത്രത്തിന് അവിടെ എത്തിയ. ഈ ക്ഷേത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ, ഇവിടെ അമ്പലത്തിൻ്റെ അകത്ത് നായക്കുട്ടികളൊക്കെ മുത്തപ്പൻ്റെ വാഹനമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഒട്ടും ഉപദ്രവിക്കാനൊന്നും വരില്ലേ. പിന്നെ നമ്മൾ ഒരുപാട് സ്റ്റാളുകളിൽ കയറി, സ്റ്റാളുകളിൽ കമ്മലുകളും മലകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ വെള്ളം കുടിക്കാനും ജ്യൂസും ഒക്കെ വഴിയിലൊക്കെ സ്റ്റെപ്പിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞ ടൈമിൽ അവിടെ ചോറൂണ് നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചോറൂണൊക്കെ കണ്ടു, ഇതിലൊക്കെ തൊഴുതൊക്കെ വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ പോയി. മമ്പയറും തേങ്ങയും പിന്നെ അതേപോലെ തന്നെ ചായയും നമ്മൾ കഴിച്ചേ. എനിക്കിഷ്ടപ്പെട്ട അമ്പലങ്ങളിൽ ഒരു അമ്പലമാണ് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രം വന്നിട്ട്. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്നാമത് ഒഴിവുള്ള ഒരു ദിവസം കൂടിയാണ് നമ്മൾ പോയത്. അപ്പോൾ അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ ബോട്ടിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേ ദിവസം അവിടെ ബോട്ടിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പതുക്കെ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നെ നമുക്ക് ആകെ ക്ഷീണം പിടിച്ചപ്പോൾ നമുക്ക് തോന്നി ഏതെങ്കിലും കടയിൽ പോവാം. പിന്നെ എനിക്കാണെങ്കിൽ കണ്ണൂർ കോക്ടെയിൽ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ ഒരു പൂതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ പോയി. അപ്പോൾ ഓൾറെഡി ഫ്രൈഡേ ആയതുകൊണ്ട് ആ ചേട്ടൻ പള്ളിയിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ. സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ കോക്ടെയിൽ കുടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഗൈസ്. ഇപ്പം നമ്മൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വായി നോക്കി ഇരിക്കുകയാണ് ഗൈസ്. ഗൈഡിന് ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ട്രിപ്പ് എന്തുകൊണ്ട് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. അതെ, എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ പോയി നമ്മൾ പറശ്ശിനിയിൽ പോയി, ബോട്ട് പ്രദേശത്ത് ബോട്ടില്ല, ചമ്മി. നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്ന് പോയി. വെള്ളിയാഴ്ച കടയില്ല, ഫുഡ് തിന്നാൻ പോലും ഒരു കടയില്ലാത്ത. അപ്പൊ ഇനി നമ്മുടെ പ്ലാൻ എന്താ ഗൈഡ്? ഇനി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കട തുറക്കണം, എന്നിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാം. ആയിക്കോട്ടെ. ഗൈഡിന് സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഇനി വേറെ വല്ല സ്ഥലത്തേക്കും ഗൈഡായി വരാൻ ഗൈഡിന് താല്പര്യമുണ്ടോ? ഈ പരിപാടി ഞാൻ ഇതോടെ കൂടെ നിർത്തി. ഓക്കേടാ, ബൈ. നമ്മുടെ ഗൈഡിന് ടാറ്റ പറഞ്ഞ് ഞാൻ ആലപ്പുഴ ജിംഖാന കാണാൻ പോയി എൻ്റെ ചേച്ചീൻ്റെ ഒപ്പം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.